സാറേ, സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ നല്ല ബന്ധമാണെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ പലതവണ ആവശ്യപ്പെട്ടിട്ടും F-35 പോലെയുള്ള സ്റ്റെൽത്ത് വിമാനങ്ങൾ അമേരിക്ക സൗദിക്ക് നൽകുന്നില്ല. അതിനെന്തെങ്കിലും കാരണമുണ്ടോ? അതായത് ഇപ്പോൾ F-35 ലൈറ്റ്നിങ് 2 അതായത് 5ാമത്തെ ജനറേഷൻ, 5th ജനറേഷൻ, ഓരോന്നിങ്ങനെ തുടങ്ങി ഇപ്പോൾ 5ാമത്തെ തലമുറ വിമാനമായി 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ്. ഇത് 2017 മുതൽ സൗദി അറേബ്യ അമേരിക്കയോട് ആവശ്യപ്പെടുന്നുണ്ട്, ഞങ്ങൾക്ക് വേണമെന്ന്. പക്ഷെ തരാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പെൻറ്റഗൺ, പ്രതിരോധ കാര്യാലയം അമേരിക്കയുടെ നീട്ടിക്കൊണ്ടുപോകണു. സൗദി ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. UAEയും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ കൊടുത്തിട്ടില്ല. അതിന് 3 കാരണങ്ങളാണ് പറയുന്നത് അമേരിക്ക. ഒന്ന്, സൗദിയിലും മനുഷ്യാവകാശ ലംഘനങ്ങൾ പലതും നടക്കുന്നുണ്ട്. അത് ഈ ഹൂത്തികളുമൊക്കെ യമനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലുമൊക്കെ. രണ്ടാമത്, ചൈനയുമായി വലിയ സൗഹൃദത്തിലാണിപ്പോൾ സൗദി അറേബ്യ. അപ്പോൾ ചൈനയുമായിട്ട് ആര് കൂട്ടുകൂടിയാലും അമേരിക്ക ഇഷ്ടപ്പെടില്ല. അപ്പോൾ മൂന്നാമത്തെ കാര്യമാണ് കൂടുതൽ വിശ്വാസ്യതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. ഇസ്രയേലിന് F-35 അമേരിക്ക കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും അയൽക്കാർക്ക് കൊടുത്തതിനേക്കാൾ സുപ്പീരിയറായ ആയുധം ഇസ്രയേലിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കരാറുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലിനെ വെട്ടിക്കുന്ന ആയുധങ്ങളൊന്നും വേറെ ആർക്കും അമേരിക്ക കൊടുത്തുകൂടാ. അങ്ങനെയുണ്ട്. അപ്പോൾ അമേരിക്ക ഇസ്രയേലിന് F-35 കൊടുത്തിരിക്കുന്നത് കൊണ്ട് സൗദി അറേബ്യക്ക് കൊടുക്കാൻ പറ്റില്ല. മിഡിൽ ഈസ്റ്റിൽ വേറൊരു രാജ്യത്തിനും അത് തുല്യമായിട്ടുള്ളത് കിട്ടില്ല. അപ്പോൾ പിന്നെ ഈ കഴിഞ്ഞ മെയ്യിൽ ഒരു പ്രതിരോധ കരാർ അമേരിക്കയും സൗദി അറേബ്യയും കൂടി ഉണ്ടാവുന്നു എന്ന് പറഞ്ഞപ്പോൾ ലോകം വിചാരിച്ചിരുന്നത് അതിൽ F-35 കാര്യം കൂടി വരുമായിരിക്കും എന്നാണ്. അത് കഴിഞ്ഞു 6 മാസമായല്ലോ, ഇപ്പോഴും ഒന്നുമില്ല. അപ്പോൾ ബദൽ മാർഗങ്ങൾ സൗദി അറേബ്യ നോക്കുന്നതായിട്ടൊക്കെ വാർത്ത വന്നിരുന്നു. ഈ 4+ ജനറേഷൻ ഫ്രഞ്ച് ഈ റഫേൽ വിമാനങ്ങൾ അത് വാങ്ങിക്കാനായിട്ട് അനുമതി സൗദി അറേബ്യയിലെ ഭരണകൂടമൊക്കെ പ്രതിരോധ വകുപ്പിന് കൊടുത്തതൊക്കെ ആയിട്ട് വാർത്തയൊക്കെ വന്നിരുന്നു. അതല്ലെങ്കിൽ യൂറോ ഫൈറ്റർ ടൈഫൂൺ സൗദി അറേബ്യ വാങ്ങിക്കും എന്ന് വിവരം വന്നിരുന്നു. ഇതൊന്നും ഇപ്പോൾ ശരിയാണെന്ന് തോന്നുന്നില്ല. 3 രാജ്യങ്ങൾക്ക് ഈ 5th ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനങ്ങളുണ്ട്, F-35 പോലത്തെ. അത് അമേരിക്ക, ചൈന, റഷ്യ. അപ്പോൾ ഇവിടെ ഈ 3-ലും ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്നല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അത്രേ പറ്റുള്ളൂ. ചൈനയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റില്ല. അമേരിക്ക പൊട്ടും. അമേരിക്കയ്ക്ക് അത് ഇഷ്ടമല്ല. അമേരിക്കയോട്ട് കൊടുക്കുകയില്ല. എന്നാൽ റഷ്യ എന്ന് പറ്റുമോ? അതും പറ്റില്ല. അതും അമേരിക്ക സമ്മതിക്കില്ല. അപ്പോൾ റഷ്യയെന്നോ ചൈനയെന്നോ വാങ്ങാമായിരുന്നു. അപ്പോഴും അമേരിക്കയെ വിറപ്പിക്കും. അമേരിക്ക പിന്നെ ഉപരോധത്തിനുമൊക്കെ പുറപ്പെട്ടു എന്ന് വരും. ചൈനയ്ക്ക് 2 ഈ 5th ജനറേഷൻ F-13 സമാനമായ 2 വിമാനങ്ങളുണ്ട്. ഒന്ന് J-20 മൈറ്റി ഡ്രാഗൺ എന്ന് പറയുന്നത്, പിന്നെ ഏറ്റവും പുതിയൊരെണ്ണം J-35 എന്ന് പറഞ്ഞ വിമാനം. ഇതിൽ J-20 എന്ന് പറയുന്നത് ചൈനയ്ക്ക് പുറത്ത് വിൽക്കാൻ ചൈനയ്ക്ക് താല്പര്യമില്ല. അതിൻ്റെ രഹസ്യമൊന്നും മറ്റുള്ളവർ പിടിച്ചെടുക്കുന്നതിൽ താല്പര്യമില്ല. J-35 പക്ഷെ കയറ്റുമതി ഉദ്ദേശിച്ച് വികസിപ്പിച്ചിരിക്കുന്ന സ്റ്റെൽത്ത് ഫൈറ്റർ ആണ്. അത് പാകിസ്ഥാൻ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. കരാറൊക്കെ ഒപ്പിട്ടിട്ടുണ്ട് ഈ J-35 ചൈനയിൽ നിന്ന്. പാകിസ്ഥാൻ എന്തോ ആകാമല്ലോ. മാത്രമല്ല ഇന്ത്യക്ക് എതിരാണ് ചൈന എന്നുള്ളതുകൊണ്ട് ചൈനയിൽ നിന്ന് തന്നെ വാങ്ങുമ്പോൾ അവർക്കൊരു സന്തോഷമുണ്ട്. റഷ്യക്ക് Su-57 ഫെലോൺ എന്ന് പറഞ്ഞ ജെറ്റ് ഉണ്ട്, ഈ 5th ജനറേഷൻ. ചൈനയിൽ നിന്നോ റഷ്യയിൽ നിന്നോ ഒരു സ്റ്റെൽത്ത് ഫൈറ്റർ സൗദി അറേബ്യ വാങ്ങുന്നത് അമേരിക്ക സമ്മതിക്കില്ല. നമ്മളത് പറഞ്ഞാണല്ലോ. അതുകൊണ്ട് ഇപ്പോൾ വരുന്ന പുതിയ വാർത്ത, തുർക്കിയിൽ നിന്ന് ഒരു 5th ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ വാങ്ങിക്കും.
സൗദി വാങ്ങിക്കാൻ പോകുന്നു എന്നാണ്. നമ്മൾ പക്ഷെ നേരത്തെ 3 രാജ്യത്തിനെ ഉള്ള 5th ജനറേഷൻ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. അതെ, അതും ശരിയാ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ KAN കാൻ ജെറ്റുകൾ 5th ജനറേഷൻ അത് തുർക്കി വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതാണ്, പൂർണ്ണതയിലെത്തിയില്ലല്ലേ? ഇല്ല. അത് 100 എണ്ണം സൗദി അറേബ്യ വാങ്ങിക്കാൻ പോകുന്നു എന്നാണ് വാർത്ത. ഇനി ഇത് അമേരിക്ക വരട്ടാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നതാണോ എന്നൊന്നും നമുക്കറിയില്ല. ഞാൻ അങ്ങനെ ആലോചിച്ചു പോയതാണ് വാർത്തകൾ വന്നപ്പോൾ. സൗദിയുടെ, പക്ഷെ അത് അങ്ങനെ കരുതണമെന്നില്ല. സൗദി അറേബ്യയുടെ വ്യോമസേന മേധാവി തുർക്കി ബിൻ ബന്ദർ അൽ സൗദ്, പിന്നെ ഉപമന്ത്രി ഖലീദ് ബിൻ ഹുസൈൻ അൽ ബിയാരി, ഇവർ രണ്ടുപേരും തുർക്കിയിൽ പോയി ചർച്ച നടത്തിയിരുന്നു. തുർക്കിയുടെ ഡിഫൻസ് ഇൻഡസ്ട്രീസ് പ്രസിഡന്റ് ഹലൂക്ക് ഹോർഗനുമായിട്ട് 3 ദിവസം ചർച്ചയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വാർത്തകൾ വന്നിരിക്കുന്നത്, ഈ സംശയം വന്നിരിക്കുന്നത്. സൗദി അറേബ്യ തുർക്കിയുടെ അക്കിൻസി ഡ്രോൺ വാങ്ങിയിരുന്നു. അവിടെ നിന്നുള്ള ഡ്രോൺ വാങ്ങിയിട്ടുണ്ട് സൗദി, തുർക്കിയിൽ നിന്ന്. വേറെ ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ തുർക്കിയിൽ നിന്ന് ഡ്രോൺ വാങ്ങിയിട്ടുണ്ട്. ഈ സംയുക്ത ഉൽപാദനം ഡ്രോണിൻ്റെ കാര്യത്തിൽ ആകാം എന്നൊരു ധാരണയുണ്ട്. ഈ കാൻ എന്ന് പറഞ്ഞ 5th ജനറേഷൻ വിമാനത്തിലും സംയുക്ത ഉൽപാദനം വരുമോ കരാറിൽ എന്നൊരു സംശയമുണ്ട്. ടെക്നോളജി ട്രാൻസ്ഫർ, സാങ്കേതിക ജ്ഞാനം കൈമാറുന്ന പരിപാടിയും ഉണ്ടാകാം. പിന്നെ ബേറക്ടർ അക്കിൻസി ഈ ഡ്രോണിന് കരാറൊക്കെ ഒപ്പിട്ടിട്ടുണ്ട് തുർക്കിയുമായിട്ട്. തുർക്കി എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് ആണ് ഈ കാൻ 5th ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആദ്യത്തെ ഫ്ലൈറ്റ് നടന്നു. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആദ്യത്തെ കാൻ 5th ജനറേഷൻ വിമാനത്തിൻ്റെ ഫ്ലൈറ്റ് പറന്നു. 2028 ഇനിയും 3 കൊല്ലം കഴിഞ്ഞിട്ട് 20 കാൻ വിമാനങ്ങൾ തുർക്കിയുടെ വ്യോമസേനയ്ക്ക് കൊടുക്കും. തുർക്കിയുടെ വ്യോമസേനയ്ക്ക് 20 വിമാനം കൊടുക്കാൻ തന്നെ ഇനി 3 കൊല്ലം എടുക്കും. അത് കഴിഞ്ഞിട്ടല്ലേ സൗദിയുടെ കാര്യമൊക്കെ ആലോചിക്കാൻ പറ്റുള്ളൂ. അതാണ് ഈ സർവീസിലില്ലാത്ത വിമാനമാണ് സൗദി നോക്കുന്നത്. അതായത് തുർക്കിയുടെ വ്യോമസേനയിൽ തന്നെ ഇത് വന്നിട്ടില്ല, വരാൻ പോകുന്നേ ഉള്ളൂ. F-13 ആണ് ഇസ്രയേൽ ഇപ്പോൾ ഇറാനിലെ ആക്രമണത്തിനും മറ്റും ഉപയോഗിച്ചത്. F-35 ആണ് ഉപയോഗിച്ചത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ശേഷിയെ സംബന്ധിച്ച് ഒരു സംശയമില്ല. അന്ന് നമ്മൾ പറയുകയും ചെയ്തിട്ടില്ല, F-35 വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അറ്റാക്ക് നടത്തിയത് അല്ലേ? അതെ, ശേഷിയെ പറ്റി. അപ്പോൾ അത് കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം സൗദിക്കും കൂടുതലാവുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഈ തുർക്കി എയ്റോസ്പേസ് ഇൻഡസ്ട്രീസിൻ്റെ ജനറൽ മാനേജർ ടെമൽ കോട്ടി, അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ കാൻ ഈ അമേരിക്കയുടെ F-35 മികച്ചതാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് അമേരിക്കയിലൊക്കെ ആളുകൾ പുച്ഛിക്കാൻ തുടങ്ങി ഈ പ്രസ്താവനയെ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇയാൾ പറഞ്ഞത് F-35 6 ടൺ ആയുധമേ പറ്റുള്ളൂ, ഞങ്ങളുടെ കാനിൽ 10 ടൺ ആയുധം വഹിക്കാൻ പറ്റും. പിന്നെ അതിന് 2 എഞ്ചിനുണ്ട്. F-35 1 എഞ്ചിനേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ശേഷി ഇതിനാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അമേരിക്ക പറയുന്നുണ്ട് F-35 10 ടൺ വരെയൊക്കെ വഹിക്കാൻ പറ്റും, 6 ടൺ മുതൽ 10 ടൺ വരെ വഹിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഇതിനെ പുച്ഛിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്തെ വൻകിട രാജ്യങ്ങൾക്ക് മാത്രമാണ് ഈ പറയുന്ന 5ാം ജനറേഷനിലേക്ക് പോകുന്ന വിമാനങ്ങൾ 3 രാജ്യങ്ങൾ. അപ്പം ഈ തുർക്കിയെ പോലെയുള്ള രാജ്യങ്ങളൊക്കെ അത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ഭീഷണിയാവില്ലേ? സ്വാഭാവികമായിട്ടും നമ്മളും തേജസ് പോലെയുള്ള യുദ്ധവിമാനം ഉണ്ടാക്കാൻ പോകുമ്പോൾ അതിൻ്റെ എഞ്ചിൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമുക്ക് തരാതെ കാലതാമസം വരുത്തുന്നു. അപ്പം അമേരിക്കയ്ക്ക് എത്ര സ്നേഹം ഉണ്ടെങ്കിലും അവർ കിട്ടുന്ന സമയത്ത് മറ്റു രാജ്യങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കും അല്ലേ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രയേലിനോടാണല്ലോ മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ താല്പര്യം. അതിനെ തുരങ്കം വയ്ക്കുന്ന ഒരു പരിപാടിക്ക് അമേരിക്ക മുതിരില്ല. തുർക്കിയാണെങ്കിൽ ഇസ്രയേലിന്റെ അയൽപക്കത്തുള്ളതല്ലേ? അതെ, ഇസ്രയേലിനെതിരായ ഹമാസിനെയൊക്കെ അനുകൂലിച്ച രാജ്യമാണ് എർദോഗൻ. അമേരിക്കക്കെതിരെ പ്രക്ഷോഭമൊക്കെ നടക്കുന്നുണ്ട് തുർക്കിയുടെ അകത്ത്. അപ്പൊ അയൽപക്കത്തെ രാജ്യത്തിന് F-35 കൊടുത്തു കഴിഞ്ഞാൽ ഇതിലെന്താ അർത്ഥമുള്ളത്?
പിന്നെ ഇസ്രയേൽ അമേരിക്കയിൽ നിന്ന് തന്നെ ഇത് വാങ്ങിക്കണം, ആയുധങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? അമേരിക്ക ധാരാളം ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ടല്ലോ ഇസ്രയേലിന്. ഇപ്പൊ താഡ് സിസ്റ്റം കൊടുത്തില്ലേ? അതെ, അത് ഉപയോഗപ്പെട്ടല്ലോ ഇപ്പൊ. അതെ, ഇപ്പൊ ഉപയോഗപ്പെടുകയൊക്കെ ചെയ്തു. അങ്ങനെ അവരൊരു സൗഹൃദത്തിലെക്കുമ്പോൾ മാത്രമല്ല, അമേരിക്കയിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ജൂതന്മാരല്ലേ? അതെ, വലിയ പണച്ചാക്കുകളല്ലേ അവിടെ? ജൂതന്മാരാണ് നിയന്ത്രിക്കുന്നതൊക്കെ, ഭരണമൊക്കെ. അന്തിമ തീരുമാനം അവരുടെ. എല്ലാവരുടെയും വീട്ടിലൊരു ജൂതനൊക്കെ ഉണ്ട് ഇപ്പൊ. ഈ ട്രംപിന്റെ മകളുടെ ഭർത്താവ് ജാരേദ് കുഷ്ണർ ജൂതനാണ്. അപ്പോൾ മറ്റേ ബിൽ ഗേറ്റ്സിന്റെ മകളെ വിവാഹം ചെയ്തിരിക്കുന്ന ആളും ജൂതനാണ്. അങ്ങനെ ജൂതന്മാരില്ലാത്തൊരു അമേരിക്കയെ പറ്റിയൊന്നും ആലോചിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെ എപ്പോഴും പിന്തുണയ്ക്കുന്ന ഒരു മനോഭാവമായിരിക്കും അമേരിക്കയ്ക്ക്. അപ്പം അതുകൊണ്ട് സൗദിക്ക് ഇത് ഇപ്പോഴല്ല, നേരത്തെ തന്നെ വേറെ വഴി നോക്കാമായിരുന്നു. ചൈനയിൽ നിന്നോ റഷ്യയിൽ നിന്നൊക്കെ വാങ്ങിക്കാമായിരുന്നു. ഇപ്പം അവർ ബദലായിട്ട് തുർക്കിയെ പറ്റി ആലോചിക്കുകയാണ് എന്ന് റിപ്പോർട്ടുകളുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.